വടകര കടത്തനാട് ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ സാമ്പത്തിക വഞ്ചനയെ തുടർന്ന് തിരുവള്ളൂർ സ്വദേശി ഇബ്രാഹിം ഹാജി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ജനകീയ പ്രക്ഷോഭം ശക്തമാകുന്നു. മരണത്തിന് ഉത്തരവാദികളായവരെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാകണമെന്നാവശ്യപ്പെട്ട് LDF നേതൃത്വത്തിലുള്ള ആക്ഷൻ കമ്മിറ്റി കോഴിക്കോട് റൂറൽ SP-ക്ക് പരാതി നൽകി. കഴിഞ്ഞ മെയ് 29-നാണ് DCC സെക്രട്ടറി സുധീർ കുമാറിന്റെ വീട്ടിൽ വെച്ച് തിരുവള്ളൂർ സ്വദേശി ഇബ്രാഹിം ഹാജി പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി മരിച്ചത്. ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് റൂറൽ SP-ക്ക് പരാതി നൽകിയിട്ടുണ്ട്. കുറ്റക്കാർക്കെതിരെ ഉടനടി നടപടി ഉണ്ടായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ സമരം കൂടുതൽ ശക്തമാക്കാനാണ് ആക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം. ഞങ്ങൾ തിരുവള്ളൂർ പഞ്ചായത്ത് LDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുവള്ളൂർ ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ളത് നമുക്കറിയാം, കഴിഞ്ഞ മാസം 29-ാം തീയതിയാണ് കടത്തനാട് ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ തട്ടിപ്പിനിരയായി ഇബ്രാഹിം കുട്ടി ഹാജി എന്ന് പറയുന്ന തിരുവള്ളൂരിലെ ഒരു 70 വയസ്സോളം പ്രായമുള്ള ഒരു വ്യക്തി ലക്ഷക്കണക്കിന് രൂപ കടത്തനാട് ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയിൽ അവർ നിക്ഷേപമായി വലിയ പലിശ കൊടുക്കുമെന്നൊക്കെ പ്രലോഭിച്ചുകൊണ്ട് ഈ സൊസൈറ്റിയുടെ നടത്തിപ്പുകാർ ഇദ്ദേഹത്തിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കുകയും നിരവധി തവണ ആ നിക്ഷേപം തിരിച്ചെടുക്കാൻ ആവശ്യമായി പല ഇടപെടലും ഇബ്രാഹിം കുട്ടി ഹാജി നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബന്ധപ്പെട്ട ആളുകളെയൊക്കെ അതിൻ്റെ ഡയറക്ടർമാർ, അതിൻ്റെ പ്രസിഡന്റിനെ ഉൾപ്പെടെ സമീപിച്ചപ്പോൾ ഒരു പൈസ പോലും തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയും നിരവധി തവണ പല ഡയറക്ടർമാരുടെ വീടുകളിൽ ഇയാൾ പൈസ തിരിച്ചെടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ട് പോയിട്ടുണ്ട്. അവസാനം സുധീർ കുമാർ എന്ന് പറയുന്ന വടകര പഴങ്കാവിലെ കോൺഗ്രസിൻ്റെയൊക്കെ ഉയർന്ന നേതാവായിട്ടുള്ള DCC അംഗമായിട്ടുള്ള സുധീർ കുമാറിൻ്റെ വീട്ടിൽ നിരവധി തവണ അദ്ദേഹത്തിൻ്റെ പൈസ ആവശ്യപ്പെട്ടുകൊണ്ട് വീട്ടിൽ പോവുകയും അവസാനം മരിക്കുന്നതിന് തൊട്ട് മുമ്പേ ഇനി വന്നു കഴിഞ്ഞാൽ ഞാനിവിടെ മരിക്കും, അല്ലെങ്കിൽ എൻ്റെ പൈസ തരണമെന്നൊക്കെ അത്രത്തോളം വരെ പറഞ്ഞു പോയിട്ടു എന്നിട്ടും കൊടുക്കാൻ വേണ്ടി തയ്യാറായില്ല. അങ്ങനെയാണ് 29-ാം തീയതി ഈ ഇബ്രാഹിം കുട്ടി ഹാജി സുധീർ കുമാറിൻ്റെ വീട്ടിൽ പോയി ആ വീട്ടുപടിക്കൽ ആത്മഹത്യ ചെയ്തത്. ഇതിപ്പം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു മാസം, 29-ലേക്ക് ഒരു മാസം തികയാൻ വേണ്ടി പോവുകയാണ്. ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ തട്ടിപ്പിനിരയായിട്ടുള്ള നിരവധി ആളുകൾ വടകരയിലും പരിസര പ്രദേശങ്ങളിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം ഒരുപാട് തട്ടിപ്പിനിരയായിട്ടുള്ള ആളുകളെ അവർക്ക് പണം തിരിച്ചു കൊടുക്കാൻ വേണ്ടി ഇപ്പോഴും തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല, ഇബ്രാഹിം കുട്ടി ഹാജിയുടെ മരണം വളരെ വ്യക്തമായി അദ്ദേഹത്തിൻ്റെ മരണമൊഴിയിലും അദ്ദേഹത്തിൻ്റെ വീഡിയോ ക്ലിപ്സും ഒക്കെ ഇതിനകത്ത് ഉണ്ട്. പക്ഷേ ഇതൊക്കെ പരിശോധിച്ചിട്ട് പോലും വളരെ വ്യക്തമാണ് ഇത് യഥാർത്ഥത്തിൽ ആത്മഹത്യ പ്രേരണയുടെ ഭാഗമായിട്ടാണ് ആത്മഹത്യ ചെയ്തിട്ടുള്ളത്, തട്ടിപ്പിനിരയായിട്ടാണ് ആത്മഹത്യ ചെയ്തിട്ടുള്ളതെന്ന് വളരെ വ്യക്തമാണ്. പക്ഷെ വടകര പോലീസ് എടുത്തിട്ടുള്ള സമീപനം ഈ കേസുമായി വടകര പോലീസ് എടുത്തിട്ടുള്ള സമീപനം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അസ്വാഭാവിക മരണം എന്നുള്ള നിലക്കുള്ള ഒരു കേസ് മാത്രമല്ലാതെ ഈ വളരെ വ്യക്തമായി ഈ മരണമൊഴിയിൽ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ള DCC അംഗമായിട്ടുള്ള സുധീർ കുമാറും ഇതിൻ്റെ സൊസൈറ്റിയുടെ സെക്രട്ടറി, അതുപോലെ തന്നെ അതിൻ്റെ ഡയറക്ടർമാർ, പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളെ വളരെ വ്യക്തമായി പരാതിയിൽ പറഞ്ഞിട്ട് പോലും, മരണമൊഴിയിൽ പറഞ്ഞിട്ട് പോലും ഒരു കേസ് പോലും ഈ ദിവസം വരെ എടുക്കാൻ വേണ്ടി വടകര പോലീസ് തയ്യാറായിട്ടില്ല. അപ്പോൾ നമുക്കറിയാം, പ്രത്യേകമായിട്ട് ഇത്തരം ചില വിഷയങ്ങൾക്കൊക്കെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത്തരം ചില വിഷയങ്ങൾ ഉണ്ടായ സമയത്ത് വളരെ വേഗം തന്നെ സർക്കാർ ഇടപെട്ടുകൊണ്ട് നഷ്ടം വന്നിട്ടുള്ള ആളുകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്ന കാര്യത്തിലായാലും കേസെടുക്കുന്ന കാര്യത്തിലേക്കൊക്കെ നല്ല ഇടപെടലാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ കാല സർക്കാരുകൾക്ക് നടത്തിയിട്ടുള്ളത്. പക്ഷേ ഇവരെന്താ ചെയ്യുന്നത്? ഇവരെ ഭരണത്തിൻ്റെ സ്വാധീനം വെച്ചുകൊണ്ട് ഇതിൻ്റെ സൊസൈറ്റിയുടെ നടത്തിപ്പുകാർ നമുക്കറിയാം, കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ ലീഗിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ആളുകളാണ് ഇത് നടത്തിപ്പ് ചെയ്യുന്നത്. ഇത് യഥാർത്ഥത്തിൽ വലിയ രീതിയിൽ തന്നെ വിരുദ്ധമായ രീതിയിലാണ് ഈ സൊസൈറ്റിയുടെ നടത്തിപ്പ് എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളത്. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഈ ആളുകൾക്കെതിരെ കേസെടുക്കാത്തത് തികച്ചും രാഷ്ട്രീയ വലിയ പിന്തുണ ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാതെ ഈ ഒരു മാസം കഴിഞ്ഞിട്ട് പോലും ഒരു പ്രതിയെപ്പോലും ഇന്നവരെ ഒന്ന് വിളിച്ച് ചോദ്യം ചെയ്യാൻ പോലും വടകര പോലീസ് തയ്യാറായിട്ടില്ല. നിരവധി കേസുകൾക്കകത്ത് കള്ളക്കേസുകൾ ഉൾപ്പെടെ പലതരത്തിലും ഇങ്ങനെ കുത്തിപ്പൊത്തിക്കുന്ന ഈ കാലത്ത് ശരിക്കും യാഥാർത്ഥ്യത്തിലുള്ള, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായി കാണേണ്ട ഒരു കേസിനകത്താണ് വടകര പോലീസിൻ്റെ ഈ സമീപനം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിനെതിരായി ഈ കുറ്റവാളികളെ ഉടൻ അറസ്റ്റ് ചെയ്യാനും, അതുപോലെ തന്നെ വടകര മേഖലയിലെ പല മേഖലയിലുണ്ടായിട്ടുള്ള ആളുകളുടെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ നഷ്ടപ്പെട്ട പണം തിരിച്ചു കിട്ടുന്നതുവരെയും ഈ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുന്നവരും വളരെ ശക്തമായി ഇതിൻ്റെ മറ്റ് സമര പരിപാടികൾ നടത്താനാണ് ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത്. ഞങ്ങളിപ്പോൾ SP സാറിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. സാറിനെ കണ്ടിട്ടില്ല. ഓഫീസിൽ ഇപ്പോൾ നമ്മളൊരു നിവേദനം കൊടുത്തിട്ടുണ്ട്. ആ നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്
വളരെ വേഗം ഈ കുറ്റവാളികൾ അറസ്റ്റ് ചെയ്യാനും ആവശ്യമായ ആളുകളുടെ പണം നഷ്ടപ്പെട്ടവർക്ക് എത്രയും പെട്ടെന്ന് പണം തിരിച്ചു കൊടുക്കാൻ അതിൽ സർക്കാർ ഇടപെട്ടുകൊണ്ട്, അതാണ് ഏറ്റവും പ്രധാനമായി, സർക്കാർ ഇടപെട്ടുകൊണ്ട് അവരുടെ നഷ്ടം കൊടുക്കാനുള്ള ഇടപെടൽ നടത്തണം. ആ തരത്തിലേക്ക് ഈ വടകര പോലീസും അതുപോലെ തന്നെ ഗവൺമെൻറ്റും ഇതിൽ ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോകണം. അങ്ങനെ ഇടപെടാത്ത സാഹചര്യമാണ് ഇനി മുന്നോട്ടുണ്ടാകുന്നതെങ്കിൽ വളരെ ശക്തമായ സമര പരിപാടികളൊക്കെ ആവിഷ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നുള്ളതാണ് ഞങ്ങളിപ്പം ആലോചിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായി ജൂലൈ 2 തീയതി തിരുവള്ളൂർ ഒരു ബഹുജന കൂട്ടായ്മ വെച്ചിട്ടുണ്ട്. അതിനുശേഷം വടകര മേഖലയിൽ ഈ തട്ടിപ്പിനിരയായിട്ടുള്ള ആളുകളൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് വിവിധ പരിപാടികൾ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങൾ ആലോചിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ കൃത്യമായി ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. SP സാറിനെ ഇപ്പോൾ നിവേദനം കൊടുത്തിട്ട് നേരിട്ട് കാണാൻ വേണ്ടി സാധിച്ചിട്ടിരിക്കും പോലും ഈ കേസിനകത്ത് ഇടപെടുമെന്നുള്ള ഒരു പ്രതീക്ഷ, ബഹുമാനപ്പെട്ട SP ഉൾപ്പെടെ ഇടപെടുമെന്നുള്ള ഒരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. ആ തരത്തിൽ ഇടപെട്ട് ഈ കുടുംബത്തിന് നീതി കിട്ടുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങളുടെ ആക്ഷൻ മുന്നോട്ട് വെക്കുന്നത്. ഇതുപോലെ നല്ല സുന്ദരിയായിരിക്കണം. അപ്പോ കല്യാണ പെണ്ണോ? അത് ചിറ്റപ്പന്റെ ഇഷ്ടം. ഇത് മതിയോ? ചിറ്റപ്പ. പാർക്കോ ഗോൾഡൻ ഡയമണ്ട്സ്.